الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അവൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ സമയത്ത് ഇവിടെ നമ്മൾ കാരുണ്യവാനായ നമ്മളുടെ രക്ഷിതാവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്നെത്തിയവരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അടിമകളോട് വെള്ളിയാഴ്ച ദിവസം അവന്റെ ഭവനത്തിൽ നിന്നും വിളിക്കപ്പെട്ടാൽ മറ്റെല്ലാ ജോലി തിരക്കുകളും ജീവിതാവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഓടി വരണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും ഇതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാൻ, അവൻ വിളിച്ചാൽ ഉടൻ ഉത്തരം കൊടുക്കാൻ, അവൻ വിളിക്കുന്നിടത്ത് ഓടിയെത്താൻ, അവൻ പറയുന്നത് പോലെ ഒക്കെ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കഴിയണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സാധുക്കളായ നമുക്ക് അള്ളാഹു ആ ഒരു ഭാഗ്യം തന്നിരിക്കുന്നു. കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മോട് സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ നമുക്കിഷ്ടപ്പെട്ട ആഹാരവും പാനീയവും തുടരുത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനോടുകൂടിയും അതൊക്കെ നമ്മൾ മാറ്റിവെച്ചു. നമ്മളൊന്നും തൊടുന്നില്ല. ഇത് നമ്മുടെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നതിന്റെ പ്രകടനമാണ്, ലക്ഷണമാണ്. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഇത്രയും നേരം നമ്മൾ പിടിച്ചു വെച്ച് നോമ്പെടുത്ത പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ഭക്ഷണപാനീയങ്ങളിലേക്ക് നമ്മൾ ധൃതിയാകുന്നു, വേഗം പോകുന്നു. അങ്ങനെ വേഗം പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പെടുക്കുന്നത്, നമ്മൾ ജുമാക്ക് വരുന്നത്, നമ്മൾ ഖുതുബ കേൾക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ രക്ഷിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ നീങ്ങുന്നു എന്ന് കാണിക്കുകയാണ്. ഞങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് ഞങ്ങൾ ആക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്നും ഈ ഒരു അനുസരണം സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ജുമാ ദിവസത്തിൽ വിളിച്ചപ്പോൾ ഓടി വന്ന, പട്ടിണിയിരിക്കാൻ പറഞ്ഞപ്പോൾ കൃത്യമായി അനുസരിച്ച പടച്ചവന്റെ ഈ ദാസന്മാരുടെ ജീവിതം ഇനി അങ്ങോട്ട് മരണം വരെയും, റമദാൻ ഇല്ലെങ്കിലും നോമ്പില്ലെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ട നിലയിൽ തന്നെ കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടിടത്തേക്ക് മാത്രം നടക്കുവാനും അവൻ അനുവദിച്ചത് മാത്രം ഭുജിക്കുവാനും സ്പർശിക്കുവാനും അള്ളാഹു അനുവദിക്കാത്തതിൽ നിന്നും അകന്നു നിൽക്കാനും നമുക്കൊക്കെ സാധിക്കും. അങ്ങനത്തെ ഒരു പരിശീലനത്തിനാണ് നോമ്പെന്ന് വിളിക്കുന്നത്. ആ ഒരു പരിശീലനം നമുക്ക് എത്ര കണ്ട് ലഭിച്ചു എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ ഈ ജുമാ ദിവസത്തിൽ ഖുതുബ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നത്. നമ്മളൊരു ആരോഗ്യപരമായ വിഷമം നേരിടുമ്പോൾ അതിന്റെ ചികിത്സ തേടി എവിടെങ്കിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ അവര് നമുക്ക് തരുന്ന ശുശ്രൂഷകൾ,
ഇഞ്ചക്ഷൻ ആകട്ടെ, ഓപ്പറേഷൻ ആകട്ടെ, മരുന്നാകട്ടെ, അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത് നൽകപ്പെടുന്ന അത്രമേൽ തീവ്രമായ പരിചരണം എന്തായിരുന്നാലും അതൊക്കെ കുറച്ച് കാലം, അയ്യാമം മഅദൂദാത്ത് എന്ന് പറയുന്നില്ലേ, നിർണിതമായി നിശ്ചയിക്കപ്പെട്ട കുറച്ച് ദിവസങ്ങൾ അതൊക്കെ കൊടുത്തിട്ട് അവനെ പരിശോധിക്കണം. ഈ ചികിത്സകളൊക്കെ ഫലപ്പെട്ടോ എന്ന് നോക്കണ്ടേ? മനുഷ്യന്റെ ശരീരത്തിൽ അത്ര കണ്ട് ഉപകാരപ്രദമായ സംഗതിയല്ല മരുന്ന് എന്ന് പറയുന്നത്. വിഷം കലർന്നതാണ്. ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ, അലോപ്പതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആന്തരിക അവയവങ്ങളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉള്ളതിനോടുകൂടി വലിയ പൈസ ചെലവിട്ടിട്ട് ഒരു തീവ്രമായ ചികിത്സയ്ക്ക് നമ്മൾ വിധേയരാവുകയും ആ ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്ത് ഗുണം കിട്ടി എന്ന് പരിശോധിക്കണ്ടേ പ്രിയപ്പെട്ടവർ? എന്ത് ഗുണം കിട്ടി? പാവങ്ങളും സാധുക്കളുമായ നമ്മൾ ഈ ചൂടുള്ള കാലത്ത് പട്ടിണി ഇരുന്നതും പാതിരാത്രിയിൽ പടച്ചവന്റെ പള്ളിയിൽ വന്ന് ഉറക്കമൊഴിഞ്ഞ് നിസ്കരിച്ചതും, നമുക്ക് ക്ഷീണമുള്ളപ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ, ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മളിൽ പലരും ഉറങ്ങാൻ പോയി. ചില സഹോദരങ്ങളൊക്കെ ഇരുന്ന് ഓതി ദിക്ർ ദുആകളൊക്കെ ചെയ്തു. എന്റെ കണ്ണ് നിറഞ്ഞു പോയ ചില കാഴ്ചകൾ. ചെറുപ്പക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു നമ്മളെല്ലാരെയും കബൂലാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ച 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്നാണ്. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ചെറുപ്പക്കാര്, ചോരത്തിളപ്പുള്ള ചങ്കൂറ്റത്തിന്റെ തണ്ടും തരികടയൊക്കെ കാട്ടാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോകക്രമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുമെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ ആഖിറത്തിൽ ആരുമില്ലാത്ത വേളയിൽ എന്റെ പ്രത്യേകം തണല് കൊടുത്ത് സന്തോഷിപ്പിക്കാമെന്ന് അള്ളാഹു പറയാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാരെയൊക്കെ പെടുത്തി തരുമാറാകണം. രാത്രി ഖിയാമുൽ ലൈലിൽ നിസ്കരിക്കാൻ വരുമ്പോൾ പള്ളി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളെ ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് 99% ചെറുപ്പക്കാരാണ്. ആ പാവങ്ങള് പകല് മുഴുവൻ പണിയെടുത്തിട്ടാണ് അധിക പേരും ശീതീകരിച്ച എയർ കണ്ടീഷൻ മുറികളിൽ ഓഫീസ് ഡ്യൂട്ടികളിൽ ഇരിക്കുന്നവരല്ല. അവർ ഈ നട്ടുച്ച നേരത്തും ഒരു വെയിലത്തും അവരുടെ അന്നത്തിനു വേണ്ടിയിട്ടും കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടും പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന ശരീരവുമായിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരുടെ ഉറക്കമൊഴിയൽ അള്ളാഹുവിന് എത്ര ഇഷ്ടപ്പെടും. ആ ചെറുപ്പക്കാരുടെ ഇബാദത്ത് അള്ളാഹുവിന് എത്ര ഇഷ്ടപ്പെടും. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പല സഹോദരങ്ങളും കിടക്കാൻ ആശയുണ്ട്, ആഗ്രഹമുണ്ടെങ്കിലും കിടക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ചില ആളുകളോട് അടുത്ത് എന്നിട്ട് എന്താ കടന്നൂടെ, ലേശം കടന്നിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കടന്നുപോയാൽ പിന്നെ പണിക്ക് വാങ്ങില്ലല്ലോ, കടന്നുപോയാൽ അങ്ങനെ കടന്നു പോകും, ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോകും, പിന്നെ പണിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്നേഹവും മുഹബത്തും ഇല്ലേ? നമ്മളെ പടച്ച് നമ്മളെ പോറ്റി നമ്മൾക്കിതൊക്കെ തന്ന് നമ്മളിൽ നിന്നും നന്മ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ രക്ഷിതാവ് ആ വാക്ക് കേൾക്കും എത്ര സന്തോഷിക്കുന്നു. ഒരു സഹോദരൻ ഞാൻ നോക്കുമ്പോ കൈയില്ലാത്ത ഒരു കസേരയിൽ ഇരുന്നുറങ്ങണം. എന്താ ഇരുന്നുറങ്ങുന്നത് എന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കടന്നുപോയാൽ പിന്നെ കൃത്യമായിട്ട് എണീച്ചു പോകാൻ കഴിയില്ല. ഒന്ന് കടന്നാൽ മതി, ഉറങ്ങിപ്പോകും, പക്ഷെ കടന്നാൽ പിന്നെ പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കൈയില്ലാത്ത കസേരയിൽ ഇരിക്കുക, കൈയുള്ള കസേരയിൽ ചിലപ്പോൾ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയാലോ. അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ ഒക്കെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ പാതിരാത്രിയിലെ അമലുകളും പകലിലെ അമലുകളും ഒക്കെ ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി എടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ക്ഷീണവും വിഷമവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇബാദത്തുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ എത്ര കണ്ട് ഉപകാരപ്പെട്ടു എന്ന് നോക്കണ്ടേ?
എത്ര കണ്ട് ഫലപ്പെട്ടു എന്ന് നോക്കണ്ടേ? ഈ അധ്വാനങ്ങളൊക്കെ ഫലപ്പെടേണ്ടത് പള്ളിയുടെ ഉള്ളിലല്ല. ഈ അധ്വാനങ്ങളൊക്കെ പ്രതിഫലിച്ച് കാണേണ്ടത് റമളാൻ മാസത്തിലല്ല. ഈ അധ്വാനങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്പെട്ടിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പള്ളിക്ക് വെളിയിലുള്ള നമ്മുടെ ജീവിതത്തിലാണ്. റമളാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലാണ്. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ചങ്ങാതിമാരോടൊപ്പം ഇത്തികാഫിനല്ലാതെ മറ്റിടങ്ങളിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മൾ സമയം പാഴാക്കുന്ന വേളയിലാണ് ഈ തഖ്വ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മൾക്ക് തടയാകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഈ നിസ്കാരം എന്തിനാണ് നമ്മൾ നിർവഹിക്കുന്നത്? ഈ നമസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എന്റെ ബാക്കി ജീവിതത്തിൽ ഇനി ദുഷിച്ച വൃത്തികെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ തൊട്ട് എന്നെ കാത്തു സൂക്ഷിക്കണം. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഒലിപ്പിച്ച ഈ കണ്ണുനീർ തുള്ളികൾ എന്റെ ജീവിതത്തിലുടനീളം അല്ലാഹു ഇഷ്ടപ്പെടാത്ത, നരകത്തിൽ പോകാൻ സാധ്യതയുള്ള, അവന്റെ കോപം വലിച്ചു വെക്കാൻ സാധ്യതയുള്ള വൃത്തികേടുകളിൽ നിന്നും എന്നെ തടുത്തു നിർത്തണം. അതിനാണ് ഞാൻ ഈ ചികിത്സകളൊക്കെ സ്വീകരിച്ചത്, ഞാൻ ഈ പരിശ്രമങ്ങളൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വലിയ കാരുണ്യവാനാണ്. അള്ളാഹു വലിയ കാരുണ്യവാനാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകളുടെ പേരിൽ വലിയ പ്രതിഫലം തരുന്നവനാണ്. നമ്മൾ നടത്തുന്ന ചെറിയ പരിശ്രമങ്ങളുടെ പേരിൽ വലിയ തൗഫീഖുകൾ തരുന്നവനാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലനാ. ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്ന വസ്തുതകളാണ്, സന്തോഷ വാർത്തകളാണ്. വല്ലദീന ജാഹദു ഫീനാ, എന്റെ മാർഗത്തിൽ നിങ്ങൾ അല്പം ഒന്ന് അധ്വാനിക്കാൻ തയ്യാറായാൽ, എന്നിലേക്ക് വരാൻ, എന്നെ അനുസരിക്കാൻ, എന്നെ ഓർക്കാൻ, എന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടാൻ നിങ്ങൾ അല്പം ഒന്ന് തയ്യാറായാൽ ലനഹദിയന്നഹും സുബുലനാ, നിങ്ങൾക്ക് ഞാൻ വഴികൾ എളുപ്പമാക്കി തരും. നിങ്ങൾക്ക് ഞാൻ വഴികൾ എളുപ്പമാക്കി തരും. നമ്മളെക്കാളും അഥവാ നമ്മളുടെ ഉമ്മമാരെക്കാളും നമ്മളോട് അങ്ങേയറ്റം കൃപയും സ്നേഹവും മുഹബത്തും വാത്സല്യവും ഉള്ളവനായ നമ്മുടെ രക്ഷിതാവ് നമ്മളെ വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവനെ വിട്ട് നമ്മൾ വേറെ എങ്ങോട്ട് യാത്ര ചെയ്യാനാണ്? അവനെ വിട്ട് നമ്മൾ വേറെ എവിടെ പോകാനാണ്? ഹസൻ ബസരി റഹിമഹുള്ളയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹസൻ ബസരി അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് ഇത്തരം വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വലുതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞൊഴുകുകയാണ്. സമുദ്ര സമാനമായ നിലയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നീ നിരന്തരം മുട്ടിക്കൊണ്ടേയിരിക്കണം. നിരന്തരം നീ അവിടെ പോയി കരഞ്ഞ് പ്രതീക്ഷയോടുകൂടി ദ്വാരന്നുകൊണ്ടേയിരിക്കണം. നീ മുട്ടിക്കൊണ്ടേയിരിക്കണം. നിർത്തരുത്, മടിക്കരുത്, തളരരുത്, നിരാശപ്പെടരുത്. നിരന്തരമായി നീ മുട്ടിക്കൊണ്ടേയിരുന്നാൽ ഒരിക്കൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ നിനക്ക് തുറന്നു തരും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വാതിലിന് മുമ്പിൽ നിരന്തരമായി നീ പോയി നിന്ന് കരയുകയും ദ്വാരക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നാൽ, നിരാശപ്പെട്ട് വിട്ടുപോകാതെ നീ അവിടെ തന്നെ സ്ഥിരമായിരുന്നാൽ, അള്ളാഹു എപ്പോഴെങ്കിലും നിനക്ക് അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നു തരും. അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നു തരും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സദസ്സിൽ നിന്നും അതിന്റെ ഒരു മൂലയിൽ നിന്നും ഒരു വയസ്സായ സഹോദരി എഴുന്നേറ്റു. ഒരു വയസ്സായ സഹോദരി എഴുന്നേറ്റു. അവരുടെ പതിഞ്ഞ സ്വരത്തിൽ പരമാവധി ശബ്ദമുയർത്തിക്കൊണ്ട്, ഹസൻ, ഹസൻ, നിങ്ങൾ ഇന്നുവരെയും പറയാത്ത ഒരു പുതിയ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെയും പറയാത്ത ഒരു പുതിയ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആകാംക്ഷയോടെ ഹസൻ റളിയല്ലാഹു അൻഹു അവറുകളും സദസ്സും അവരിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി. ഇത്രയും മഹാനായ പണ്ഡിതൻ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം സദസ്സിന്റെ ഓരത്തു നിന്നും ഒരു വയസ്സായ വൃദ്ധയായ സഹോദരി ചോദ്യം ചെയ്യും പോലെയാണ്. ഇന്ന് വരെ പറയാത്ത, ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉമ്മാമ, ഞാൻ അങ്ങനെ പുതിയ കാര്യമല്ലല്ലോ പറഞ്ഞത്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്ര വലുതല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യം അത്ര വലുതല്ലേ? അവന്റെ കവാടത്തിന്റെ മുമ്പിൽ നമ്മൾ പോയി നിരന്തരമായി മുട്ടിക്കൊണ്ടിരുന്നാൽ, നിരാശപ്പെടാതെ എന്നും എന്നും അവനോട് കരഞ്ഞത് ചോദിച്ചുകൊണ്ടിരുന്നാൽ, എപ്പോഴെങ്കിലും അള്ളാഹു അവന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മേൽ തുറക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലെന്താ അത്ഭുതം? അതിലെന്താ അത്ഭുതം? ആ സഹോദരി ചോദിച്ചു, എനിക്ക് അറിയേണ്ടത് എപ്പോഴെങ്കിലും ഒരിക്കൽ അവന്റെ വാതിൽ തുറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
എപ്പോഴെങ്കിലും ഒരിക്കൽ അവന്റെ വാതിൽ തുറക്കുമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ, അവന്റെ വാതിൽ എപ്പോഴെങ്കിലും അവൻ അടച്ചിട്ടുണ്ടോ? അവന്റെ വാതിൽ എപ്പോഴെങ്കിലും അവൻ അടച്ചെങ്കിലല്ലേ പിന്നെ തുറക്കാൻ കാത്തുക്കണം. ഇല്ല, എന്റെ റബ്ബ് അവന്റെ കാരുണ്യത്തിന്റെ കവാടം നമ്മുടെ മേൽ അടച്ചേയില്ല, അടച്ചിട്ടേയില്ല. ഒരു വൃദ്ധയായ സഹോദരിയുടെ തിരിച്ചറിവാണ് വാസ്തവത്തിൽ റമദാനിന്റെ റഹ്മത്ത് ഒഴിഞ്ഞുകൊണ്ടിരുന്ന 10 ദിവസം കഴിഞ്ഞു. കൊടിയ പാപികൾക്കും ദോഷികൾക്കും പുറത്തു കൊടുക്കാം എന്ന് പറഞ്ഞു പാതിരാത്രിയുടെ ആദ്യയാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങൾ കടക്കണം. പ്രിയപ്പെട്ടവരെ, ഈ റഹ്മത്തിലൂടെ, ഈ മഗ്ഫിറത്തിലൂടെ ഇതാ ഇപ്പോൾ ഒറ്റ രാത്രി അല്പം വിഷമിച്ച് ഉറക്കമൊഴിഞ്ഞു നിന്നാൽ 1000 മാസം നിന്നതുപോലത്തെ അമല് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു രാത്രി നിന്ന് നിസ്കരിച്ചാൽ നിന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തരാമെന്ന് പറഞ്ഞു. നീ എത്ര വലിയ പാപിയാണെങ്കിൽ, കഴിഞ്ഞ ദിവസമൊക്കെ ഖിയാമുൽ ലൈലിൽ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ എല്ലാ ആയത്തുകളും കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വല്ലാത്ത ആവേശവും ആഗ്രഹവും ഒക്കെ തോന്നും. സംസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കേൾക്കാനിരിക്കുന്ന സഹോദരങ്ങളോട് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നും. പക്ഷെ നമ്മുടെ അറിവുകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും സമയക്കുറവ് കൊണ്ടും പലതും പറയാൻ കഴിയാതെ നമ്മൾ പിരിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖിയാമുൽ ലൈലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോടുള്ള അവന്റെ അനുകമ്പയെ കുറിച്ചിട്ട്, സ്നേഹത്തെ കുറിച്ചിട്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറയും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്? قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله എന്ന ആയത്ത് ഓതി. ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെപ്പോലത്തെ സാധുക്കൾ ഞങ്ങൾ പള്ളി കമ്മിറ്റിയിൽ ആരും എടുക്കാറില്ല. പള്ളിയിൽ തന്നെ കയറുമ്പോൾ ഞങ്ങളെ പലരും പരിശോധിക്കലാണ്, സ്കാൻ ചെയ്യലാണ്. ഞങ്ങൾ ഈ പരിസരത്തേക്കൊന്നും വരാൻ കൊള്ളാത്തവരാണ്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ മോശമായ ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഞങ്ങൾ പടച്ചവരിഷ്ടപ്പെടാത്ത മാർഗത്തിൽ ജീവിച്ചു പോയവരാണ്. ഞങ്ങൾക്ക് ഭൗതികമായി വലിയ പുരോഗതിയും ഉയർച്ചയും അഭിവൃദ്ധിയും ഒന്നുമില്ലാത്തവരാണ്. ഞങ്ങൾ സാധുക്കളാണ്. നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അഖരീബുൻ ഹുവ ഫനുനാജി അം ബഈദുൻ ഹുവ ഫനുനാജി. ഞങ്ങൾക്കൊരു റബ്ബുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷിതാവ്, അവൻ കാരുണ്യവാനാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നബി തങ്ങളുടെ മുൻപിൽ വന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, നബിയെ, അഖരീബുൻ ഹുവ ഫനുനാജി. അവൻ ഞങ്ങളുടെ അടുത്താണോ ഉള്ളത്? എവിടെയുള്ളത്? അവൻ ഞങ്ങളുടെ അരികിലാണോ ഉള്ളത്? ഞങ്ങളുടെ അരികിലാണെങ്കിൽ രഹസ്യമായി ഞാൻ അവരോട് സംസാരിക്കാം, രഹസ്യമായി ഞാൻ എന്റെ വേദന അവനോട് പറയാം, രഹസ്യമായി ഞാൻ എന്റെ വിഷമങ്ങളും വ്യഥകളും അവനോട് പറയാം. അല്ല, അവൻ അങ്ങ് ദൂരെയാണോ? അർശ്, കുർസി, ഏഴാനാകാശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ റബ്ബ് ദൂരെയാണോ? ഫനുനാദി. അങ്ങനെ ദൂരെയാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി കൈപൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയുള്ളവരെ ഞാൻ വിളിക്കാം, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്റെ റബ്ബ് എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിന്റെ കേദാരമായ തിരുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മറുപടി കൊടുക്കാൻ കഴിയില്ല. എന്നോട് ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം ഒരു സഹോദരൻ വന്നിരുന്ന് മസല ചോദിച്ചു. നമുക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മസലയുടെ മറുപടിയായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന് ഒരു ഉസ്താദല്ല മറുപടി പറയേണ്ടത്, ഇതിന് ഫിഖ്ഹിന്റെ നിയമങ്ങളല്ല മറുപടി പറയേണ്ടത്, ഇതിന് നിന്റെ മനസാക്ഷിയാണ് മറുപടി പറയേണ്ടത്. നിന്റെ മനസ്സിനോട് നീ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കണം. നിന്റെ ശുദ്ധമായ മനസ്സ് നിനക്ക് എന്ത് അനുമതി തരുന്നു അതിനനുസരിച്ചിട്ട് നീ പ്രവർത്തിക്കണം. അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ഉസ്താദിന് വിധി പറയാൻ കഴിയില്ല, ഒരു നിയമജ്ഞന് വിധി പറയാൻ കഴിയും. അത് നീയും നിന്റെ റബ്ബുമായുള്ള ബന്ധം. അതുപോലെ അഷ്റഫുൽ ഖൽഖായ, ഹബീബായ, മുത്തായ, നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാധാരണക്കാരന്റെ ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദനായിരിക്കുകയാണ്. എന്ത് മറുപടി പറയും?
നിന്റെ മനസ്സിൽ പ്രതീക്ഷയോടുകൂടി നീ കൊണ്ടു നടക്കുന്ന നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിട്ട് നീ ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്റെ വാക്കുകളെ കൊണ്ട് മറുപടി പറഞ്ഞാൽ അത് ചിലപ്പം പോരാതായി പോകും. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യത്തിലാണ് നേരിട്ട് റബ്ബ് സംസാരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ രക്ഷിതാവിന്റെ കാരുണ്യവും സ്നേഹവും നമ്മൾ കാണേണ്ടത്. അള്ളാഹു ഉടനെ ആയത്തിറക്കി, വഇദാ സഅലക ഇബാദി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, അങ്ങയുടെ അടുക്കൽ വന്നിട്ട് എന്റെ അടിമ ആ പറച്ചിലുണ്ട്. സ്നേഹാർദ്രത നമ്മൾ ശ്രദ്ധിക്കണം, വാത്സല്യം തുളുമ്പുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ അടിമ, ആരാ എന്റെ അടിമ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ആളൊന്നുമല്ല. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വ്യാവസായികമായിട്ടും ഒക്കെ നാട്ടിൽ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ അവൻ എന്റെ അടിമയാണ്, അവൻ എന്റെ അടിമയാണ്. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക, അന്നി, എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എവിടെയാ, ഞാൻ എന്താ, ഞാൻ എങ്ങനെയാ എന്നാ ചോദിക്കുന്നില്ലേ? നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുവോ? പരിഗണിക്കുവോ? അല്ല നമ്മൾ പായിച്ചളയോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറഞ്ഞു, എന്നെ കുറിച്ച് ചോദിച്ചാൽ അവനോട് പറയണം, ഞാൻ അവന്റെ തൊട്ടടുത്ത് നിന്നുണ്ട്, ഞാൻ അവന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. വേദനിക്കുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ, പൊട്ടിക്കരയുമ്പോൾ, വിങ്ങി പൊട്ടുമ്പോൾ, വിഷമങ്ങളിൽ കിടന്നിങ്ങനെ നട്ടം തിരിയുമ്പോൾ ബേജാറാവണ്ട, ഞാൻ ഇവിടെ തന്നെ, ഞാൻ അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം. അവൻ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ അവന് കൊടുക്കാം. എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ അവന്റെ വിളി കേൾക്കാം. അള്ളാഹു പറയാം. ഇവിടെ ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ ആയത്ത് ഖിയാമുൽ ലൈൽ ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രധാനമായി നമുക്ക് 2-3 സന്ദേശങ്ങൾ. ഒന്ന്, ഇത്തരം സാധുക്കളായ, മനസ്സ് പെടയുന്ന, എവിടെയും അഭയമില്ലാതെ അലഞ്ഞു തിരിയുന്ന, സ്നേഹത്തിന്റെ കേദാരമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവിടെ എനിക്ക് കാരുണ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി വരുന്ന അത്തരം ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു പറയുമ്പോൾ എന്റെ അടിമ, ഇബാദി ഇബാദി, എന്റെ അടിമ എന്ന് പറയും. അതൊരു ഭയങ്കര വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അതൊരു ഭയങ്കര സന്തോഷമാണ്, ഒരു സമാധാനമാണ്. എന്റെ അടിമ എന്ന് പറയും. രണ്ടാമത്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആദ്യത്തെ ആയത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയല്ലോ പടച്ചവനെ, ഞാൻ വേണ്ടതുപോലെ അമലുകളൊന്നും ചെയ്തില്ലല്ലോ പടച്ചവനെ, എനിക്ക് കാരുണ്യം കിട്ടിയോന്ന് ഉറപ്പായില്ലല്ലോ പടച്ചവനെ, എനിക്കിനി കരുണ കിട്ടുവോ, കരുണ കിട്ടുവോ, കരുണ കിട്ടുവോ എന്ന് ചോദിക്കുമ്പോൾ ഈ ബേജാറൊന്നും ആവണ്ട, ഞാൻ നിന്റെ അരികിലുണ്ട് എന്ന് പറയുന്നത് പോലെ, എന്റെ അടിമയെ ഞാൻ നിന്റെ അരികിലുണ്ട് എന്ന് പറയുന്നത് പോലെ. രണ്ടാമത്തെ 10 ആയല്ലോ പടച്ചവനെ, അത് കഴിഞ്ഞു കടന്നല്ലോ പടച്ചവനെ, എല്ലാരും ഇസ്തിഗ്ഫാർ തൗബ കൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുപ്പിച്ചല്ലോ പടച്ചവനെ, ഞാൻ ഇപ്പോഴും പഴയ പാപങ്ങളിൽ തന്നെ കഴിയാണല്ലോ പടച്ചവനെ, ഞാൻ ഇപ്പോഴും പഴയ പാപങ്ങളിൽ തന്നെ കഴിയാണല്ലോ പടച്ചവനെ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ? ഇത് നമ്മുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ബേജാറാണ്. അങ്ങനെ ഒരു ബേജാറ് വേണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ബേജാറ് വേണം. എനിക്ക് തൗബ കിട്ടുവോ, എനിക്ക് പുറത്തു തരുവോ, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്നൊരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം. അങ്ങനത്തെ മാനസികാവസ്ഥയുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചില ആളുകൾ ഒറ്റയ്ക്ക് വന്നു. സ്വകാര്യമായി സമീപിക്കുക എന്ന് പറയുന്നില്ലേ? കാരണം ഞാൻ ഈ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളും പാപകർമ്മങ്ങളും നാട്ടാരെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയില്ല, അത്രയ്ക്ക് മോശ, അത്രയ്ക്ക് മോശ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തൗബ കിട്ടുമോ നബിയേ, എനിക്ക് തൗബ കിട്ടുമോ? സാധാരണഗതിയിൽ ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി ഞാൻ ചോദിച്ചാൽ അവരെന്നെ ആട്ടിപ്പായിക്കും, തൗബയേ ഇല്ല എന്ന് പറയും. നാട്ടുകാരൊക്കെ ഏകകണ്ഠമായി പറയുന്നു, അവന് നന്നാകാൻ സാധ്യതയില്ല, അവൻ നന്നാകാൻ സാധ്യതയില്ല. അങ്ങനെ തള്ളി പറയുന്ന ഈ പാവപ്പെട്ടവന് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ കിട്ടുവോ, തൗബ കിട്ടുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളും കൊടിയ കൊടിയ തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചു എന്നാണ് ഹദീസിൽ. അത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ മനുഷ്യന് തൗബ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോവാണ്. ഒരടിമ ഇത്രയും സങ്കീർണമായ സന്നിഗ്ധമായ ഘട്ടത്തിൽ നിരാശയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ പോലും ആ മനുഷ്യന്റെ മുമ്പിൽ മൗനം വീക്ഷിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മലക്കിറങ്ങാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങാണ്. യാ ഇബാദി, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകളെ, എന്റെ അടിമകളെ,
അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരവരുടെ ശരീരങ്ങളോട് ജീവിതത്തിന്റെ വൃത്തികെട്ട സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ കുടുങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ എന്റെ അടിമകളെ, നീ ചെയ്ത തെറ്റിന്റെ പേരിൽ ഞാൻ നിന്നെ എന്റേതല്ലാതെ മാറ്റി നിർത്തുന്നില്ല. നീ ചെയ്ത തെറ്റിന്റെ പേരിൽ ഞാൻ നിന്നിൽ നിന്നും അകലുന്നുമില്ല. നിന്നെ ഏറ്റെടുക്കാൻ, സ്വീകരിക്കാൻ, നിനക്ക് തൗബ തരാൻ ഞാൻ തയ്യാറാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. റഹ്മത്തുടയവനായ രക്ഷിതാവിന്റെ കാരുണ്യത്തിൽ നിന്നും നീ നിരാശപ്പെടരുതേ എന്ന് അല്ലാഹു പറയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എന്റെ അടിമ എന്ന് വിളിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ആ സ്നേഹമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങളിൽ സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അറിയിക്കുകയും ആ വഹി തങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയും ആ നിലയിലുള്ള ഒരു ഭാഷാ പ്രയോഗം നടത്തുകയുമാണ് ഖുർആനിന്റെ പതിവ്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും അഭയം കിട്ടുമോ, ആശ്രയം കിട്ടുമോ എന്ന ഭയപ്പാടോടുകൂടി നിരാശപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ തിങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ നേരിട്ട് പറയും പോലെ, നേരിട്ട് വിളിക്കും പോലെ, യാ ഇബാദി, യാ ഇബാദി, യാ ഇബാദി എന്ന് വിളിക്കും പോലെ ഈ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയെ നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം. എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നും അകന്ന്, അവന്റെ കൽപ്പനകളിൽ നിന്നും അകന്ന്, ഇത്രയൊക്കെ നന്മകൾ ചെയ്തവനായ നമ്മുടെ രക്ഷിതാവിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി, ധിക്കാരമായി പ്രവർത്തിച്ചു പോയെങ്കിൽ ഇന്ന് നമുക്ക് സമയമുണ്ട്. ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാർ പറയണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചെറിയ സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. പക്ഷേ ആ ചില്ലറ ശബ്ദങ്ങളിലൂടെ മാത്രം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കർമ്മമല്ല ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അതിനോട് താദാത്മ്യം പുലർത്തുന്ന തരത്തിൽ പശ്ചാത്താപം ഉണ്ടാകണം, ഖേദമുണ്ടാകണം. ഇനി ഒരിക്കലും അങ്ങനത്തെ തെറ്റുകുറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന ഉറച്ച മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സോടുകൂടി തെറ്റുകുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا فقلت استغفروا ربكم. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ എന്നാണ്, ഇസ്തിഗ്ഫാർ ചെയ്തോളണേ എന്നാണ്. അഥവാ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും പേരിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, ദാരിദ്ര്യമില്ലേ, കഷ്ടപ്പാടില്ലേ, മഴയില്ലായ്മയില്ലേ, വെള്ളമില്ലായ്മയില്ലേ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും, ഗ്യാസ് കിട്ടുന്നില്ല, ഗ്യാസ് ഇല്ല, ഹോട്ടലുകൾ കൂട്ടാൻ പോകുന്നു, ബേക്കറികൾ കൂട്ടാൻ പോകുന്നു, നമ്മുടെ കിച്ചണുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു. അപ്പവും മറ്റു കടികളും ഒക്കെ സുലഭമായി ലഭിച്ചിരുന്ന മലബാറുകാർക്ക് അതൊക്കെ തടയപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വെപ്രാളം വരുന്നില്ലേ? അതിന് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് കാരണങ്ങൾ അന്വേഷിക്കുന്നത്? എവിടൊക്കെയാണ് നമ്മൾ അതിന്റെ കാരണങ്ങൾ പരതി പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതിന്റെ ഒക്കെ അടിസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ വൃത്തികെട്ട കരങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തി ദൂഷ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ രൂപത്തിൽ ഭൂമിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അത് ഓരോ സമയത്ത് ഓരോ തരത്തിലാണ്. ഓരോ സമയത്ത് ചില സമയത്ത് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയും, ചില സമയത്ത് യുദ്ധ ഭീകരത എന്നൊക്കെ പറയും,
ചില സമയത്ത് കടുപ്പപ്പെട്ട ചൂടും വേനലും മഴയില്ലായ്മയും വെള്ളയില്ലായ്മയും ഒക്കെയായി നമ്മളെ ഭയപ്പെടുത്തും. അള്ളാഹു പറയാണ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരണം. ഇതൊക്കെ നൽകാൻ കഴിവുള്ളവനായ എന്നിലേക്ക് മടങ്ങി വരണം. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, വേണമെങ്കിൽ മടങ്ങി വരാം. ഇന്നഹു കാന ഗഫാറ. അവൻ പുറത്തു തരാൻ കഴിവുള്ളവനാണ്, അവൻ പുറത്തു തരാൻ തയ്യാറുള്ളവനാണ്. അഥവാ പുറത്തു തന്നാൽ തങ്ങൾ അരുൾ ചെയ്തു, ആരെങ്കിലും പശ്ചാത്താപത്തെ മുറുകെ പിടിച്ചാൽ, പശ്ചാത്താപത്തെ വർദ്ധിപ്പിച്ചാൽ, തൗബ ചെയ്യുന്ന മനോഭാവത്തോടുകൂടി ആളുകൾ ജീവിക്കാൻ ശ്രമിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹമ്മുകളൊക്കെ മാറ്റും. അവരുടെ മാനസിക ക്ലേശങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിത പ്രയാസങ്ങളും ഒക്കെ മാറ്റും. അല്ലാഹു അവർക്ക് ഭൗതികമായ വിശാലത നൽകും, വിശാലത നൽകും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമുക്ക് വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന വിശാലത കിട്ടണമെങ്കിൽ അത് അല്ലാഹു തരേണ്ടതാണ്, അല്ലാഹു തരേണ്ടതാണ്. സമൃദ്ധമായ നിലയിൽ ആകാശത്തു നിന്നും അല്ലാഹു മഴ പെയ്യിപ്പിക്കും, വെള്ളം തരും, വെള്ളം തരും. ആ വെള്ളം കിട്ടുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ, ആശ്വാസം ഉണ്ടാവുമല്ലോ. ആ വെള്ളത്തിൽ നിന്നും നമുക്ക് ഫലഭൂയിഷ്ടമായ വൃക്ഷലതാദികളും സസ്യലതാദികളും ഫലവർഗങ്ങളും ഒക്കെ അള്ളാഹു ഇറക്കി തരും. അള്ളാഹു പറയാ, അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരും, നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം തരും. ഇന്ന് കുടുംബത്തിൽ ഐശ്വര്യമില്ലല്ലോ, ഇന്ന് കുടുംബത്തിൽ ഐശ്വര്യമില്ല. മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകാനും നിങ്ങളോട് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹു പറയാ ഖുർആനിൽ, മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നമ്മൾ മക്കൾക്ക് കുറെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് സഞ്ചരിക്കാൻ നല്ല വാഹനം വാങ്ങിക്കൊടുത്തു, താമസിക്കാൻ വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ അവർക്ക് നമ്മളങ്ങ് യഥേഷ്ടം കൊടുക്കുക. ഇനി കൊടുക്കുന്നില്ലെങ്കിലോ അവര് നിർബന്ധം പിടിച്ചിട്ട് നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് അത് പിടിച്ചു വാങ്ങുക. കൊടുക്കാൻ നമ്മൾ മടിച്ചാൽ ചിലപ്പം അങ്ങനെ മടിക്കുന്ന മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചീത്ത പറയുകയും ചിലപ്പോൾ മാതാപിതാക്കളുടെ നേരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു പറ്റം മക്കളെ പോറ്റാൻ വിധിക്കപ്പെട്ടവരായി നമ്മൾ മാറി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിന്റെ പേരിൽ അള്ളാഹു പറഞ്ഞ ആനുകൂല്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടും. മക്കളെ കൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന പേരിൽ മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ലോകം ഭരിച്ച മഹാനാണ്. നാട് ഭരിച്ചു, രാജ്യം ഭരിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം ലോകം ഭരിച്ച മഹാനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജാവാണ്, ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 7 രാജാക്കന്മാർക്ക് ഏക സഹോദരിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, 7 രാജാക്കന്മാർക്ക് ഏക സഹോദരിയാണ്. ഭാര്യയുടെ പിതാവ് അമ്മോച്ചൻ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, ഒരു രാജ്യത്തിന്റെ രാജാവായ ആളിന്റെ മകളും 7 രാജാക്കന്മാരുടെ ഏക സഹോദരിയും ഇന്ന് നിലവിൽ രാജ്യമല്ല ലോകം ഭരിക്കുന്ന മഹാനായ ചക്രവർത്തിയുടെ ഭാര്യയുമായ ബീവി ഫാത്തിമ അവരുടെ വീട്ടിലൊരിക്കലും ഇരിക്കുകയാണ്. ഭാര്യയും മക്കളും ഭർത്താവല്ല. ഭർത്താവ് രോഗശയ്യയിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളാണ്. വേദന തിന്നുന്ന, വേദന അനുഭവിക്കുന്ന, ശയ്യയിൽ കിടക്കുന്ന ബാപ്പ ആ കടത്തത്തിൽ കിടന്നുകൊണ്ട് മോളെ അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. മോളെ അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ആലോചിക്കണ്ടേ, മോളെ അല്പം വെള്ളം തരുമോ? ഒരു പ്രാവശ്യം വിളിച്ചു, മോള് മറുപടി പറഞ്ഞില്ല. മോള് വാപ്പാക്ക് വെള്ളം കൊണ്ട് കൊടുത്തില്ല. നമ്മൾ ഇതുവരെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് എന്ന മഹൽ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് വായിച്ചു കേട്ടിട്ടുള്ള ചരിത്രത്തിൽ അദ്ദേഹം പോറ്റി വളർത്തിയ മക്കൾ ഓരോരുത്തരും അങ്ങേയറ്റം സാലിഹ്യങ്ങളായിരുന്നു, അനുസരണമുള്ളവരായിരുന്നു, വാപ്പയുടെ ചൊൽപ്പടിക്കൊത്ത് നിൽക്കുന്നവരായിരുന്നു, അനുസരണ കെട്ടവരായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുതറി മാറുന്ന വിദ്വാൻമാരായിരുന്നില്ല. പക്ഷേ വാപ്പ കടക്കയിൽ കിടന്നുകൊണ്ട് മോളെ ലേശം വെള്ളം തരണേ എന്ന് പറഞ്ഞിട്ട് ആ മോള് വെള്ളം കൊണ്ട് കൊടുക്കുന്നില്ല. 1-2 പ്രാവശ്യം പറഞ്ഞിട്ടും നടന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മോളെ കുറച്ച് വെള്ളം തരുമോ എന്ന് അല്പം ശബ്ദം ഉയർത്തി ഗൗരവത്തോടു കൂടി ചോദിച്ചു. പിന്നെയും വെള്ളം കിട്ടാതെ ആയപ്പോൾ അടുക്കളയിൽ ഇത് കേട്ടുകൊണ്ട് നിന്ന പ്രിയപ്പെട്ട പത്നി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വാപ്പയുടെ അരികിലേക്ക് ചെന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന പിതാവ്, കുടുംബനാഥൻ, ഭർത്താവ് അവളുടെ മുഖത്തിങ്ങനെ അടിമുടി നോക്കിയിട്ട്, എന്തേ ഞാൻ വിളിച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ എന്റെ മോള് തയ്യാറായില്ല, അതെനിക്കറിയണം. എന്തേ എന്റെ മോള് വെള്ളം കൊണ്ടുവന്നില്ല? ഞാൻ എന്റെ മോളെ വിളിച്ചു, അവൾ എന്തേ എനിക്ക് വെള്ളം തന്നില്ല?
അവര് പറഞ്ഞു അവള് വേറെ എന്തോ പണിയിലാണ്, ഞാൻ വെള്ളം കൊണ്ടുവന്നല്ലോ, അങ്ങനെയാണ് അവള് വേറെ എന്തോ തിരക്കിലാണ്, ഞാൻ വെള്ളം കൊണ്ടു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ പോരെ. അല്ല, എനിക്ക് വെള്ളം കിട്ടിയാ പോരാ, എന്റെ മകള് ഞാൻ വിളിച്ചിട്ട് എന്തുകൊണ്ട് വന്നില്ല, എനിക്ക് വെള്ളം തന്നില്ല, നീ വെള്ളം എടുക്കേണ്ടി വന്നു എന്ന് എനിക്ക് അറിയണം. അതിനാണ് കുടുംബനാഥൻ എന്ന് പറയുന്നത്, അതിനാണ് നട്ടലുള്ള പിതാവ് എന്ന് പറയുന്നത്. വീണ്ടും ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞു. എനിക്ക് പറഞ്ഞു, കാരണം പറയരുത് ഉപ്പാനോട് എന്ന് അവൾ എന്നോട് നിർബന്ധിച്ചു പറഞ്ഞു. ഉപ്പാനോട് പറയല്ലേ എന്ന് പറഞ്ഞു. കാരണം പറയരുത് ഉപ്പാനോട് എന്ന് അവൾ എന്നെ നിർബന്ധിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ മടിക്കുന്നത്. ഇല്ല, നിന്നെ ഞാൻ വിടൂല, എനിക്കത് അറിയണം. എന്തുകൊണ്ട് എന്റെ മോൾ എനിക്ക് ഈ കടക്കയിൽ വെള്ളം കൊണ്ട് തന്നില്ല? അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ പ്രായപൂർത്തിയായ വലിയ പെൺകുട്ടിയാണ്. അവള് ഇട്ടുകൊണ്ടിരിക്കുന്ന അവളുടെ പൈജാമ, അവളുടെ ചുരിദാറ് അത് കീറിപ്പറിഞ്ഞു പോയി. ആ കീറിപ്പറിഞ്ഞു പോയ ചുരിദാറ് അവളുടെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നാണം മറച്ചുകൊണ്ട് വരാൻ ഇതിന് പുറമെ മറ്റൊരു തുണിയില്ലാത്തത് കൊണ്ട്, മറ്റൊരു ചുരിദാറില്ലാത്തത് കൊണ്ട് അത് തുന്നിത്തീരുന്നത് വരെയും അവൾക്ക് വെള്ളം കൊണ്ട് തരാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇത് വാപ്പയോട് പറയരുത്. വാപ്പയോട് പറഞ്ഞാൽ ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ എന്ന് വിചാരിച്ചൊരു പക്ഷേ അവസാന സമയത്ത് വാപ്പയുടെ മനസ്സ് വേദനിക്കും. വാപ്പയുടെ മനസ്സിനെ അങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വാപ്പ ഞങ്ങൾക്ക് എല്ലാം തന്നു, ഒരു പരാതിയും ഞങ്ങൾക്കില്ല. പ്രിയപ്പെട്ടവരെ, അബ്ദുൽ അസീസ് പൊട്ടിക്കലക്കി. എന്നിട്ട് രണ്ട് കൈകളും ആകാശത്തെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എനിക്ക് ഇങ്ങനത്തെ മക്കളെ തന്നു. ജീവിത പ്രയാസങ്ങളിലൂടെ നടന്നു നീങ്ങിയപ്പോഴും അധിക ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ഉപ്പയോടൊപ്പം മക്കളായി ജീവിച്ചപ്പോഴും അതിലൊന്നും പരാതി പറയാതെ സഹിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൂടിയ മക്കളെ, സാലിഹീങ്ങളായ മക്കളെ എനിക്ക് തന്നവനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. എല്ലാ അധികാര പദവികളെക്കാളും എനിക്ക് സമാധാനവും സന്തോഷവും ഇതിലാണ്. വാസ്തവത്തിൽ ഞാനും നിങ്ങളും നന്നായി ശ്രദ്ധിക്കണം, നന്നായി ആലോചിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാചക്രവർത്തിക്ക് ഈ മക്കൾക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയും. പക്ഷേ എന്തു കൊടുത്തിട്ടും കാര്യമില്ല. ഈ മക്കള് നമ്മളെ സ്നേഹിക്കണം, നമ്മളെ അനുസരിക്കണം, നമുക്ക് വഴിപ്പെടണം. നമ്മുടെ വാക്കുകളുടെ മുമ്പിൽ അനുസരണയോടുകൂടി വന്ന് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു, അല്ലേ? എല്ലാവർക്കും പുറത്തു കൊടുക്കും. പക്ഷേ 3 കൂട്ടർക്ക് മാത്രം പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. അത് കേൾക്കുമ്പോൾ ഈമാനുള്ള നമ്മളെല്ലാവരും കരയും. ഇത്രയും റഹ്മത്തും കാരുണ്യവും പൊഴിയുമ്പോഴും 3 കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല എന്നോ? അത് ആരാണ് ആ 3 ആളുകൾ? ഒന്ന് മുദ്മിനുൽ ഖംറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയും നല്ല ബുദ്ധിയും കഴിവും ആരോഗ്യവും ആഫിയത്തും ഒക്കെ പടച്ചോൻ കൊടുത്തിട്ടും കൈ കടക്കുന്ന പൈസ ചെലവാക്കിയിട്ട് അനാവശ്യത്തിലേക്ക് പോകുന്നവൻ, ആഭാസത്തിൽ അഴിഞ്ഞാട്ടത്തിൽ കഴിഞ്ഞുകൂടുന്നവൻ, സ്ഥിരമായി മദ്യപിക്കുന്നവൻ, മദ്യപാനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ഇത്രയും കഴിഞ്ഞു കടന്ന നാളുകളിൽ എങ്ങാനും ഇങ്ങനത്തെ വൃത്തികേട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ജുമഅയോടുകൂടി നമ്മൾ പൂർണ്ണമായി തൗബ ചെയ്യാൻ നിയ്യത്ത് വെക്കണം മനസ്സിൽ. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അങ്ങനത്തെ ഹറാമിന്റെ പരിസരത്തേക്ക് പോലും പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുദ്മിനുൽ ഖംർ എന്ന ഒന്നാമത്തേത് പറഞ്ഞു, സ്ഥിരമായി മദ്യപിക്കുന്നവൻ. രണ്ടാമത്തേതോ ആഖുൽ വാലിദൈനാണ്. ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. എന്താ കാരണം? മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അവനെ അനുഭവിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. പക്ഷേ മാതാപിതാക്കൾ ആലോചിക്കണം, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അനുസരിക്കുന്ന, എനിക്ക് വഴിപ്പെടുന്ന മക്കളെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം നേരെ നടക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹുവിനെ പോലെ നല്ല വാപ്പയാകണം. അങ്ങനത്തെ നല്ല വാപ്പയായാൽ മക്കൾ നേരെയാവും. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് പണം മാത്രം തരും, മക്കളെയും തരും. പക്ഷേ മക്കള് മനസ്സിന് ഭയങ്കര ടെൻഷനും പ്രശ്നമാവും. കുറെ പൈസ തന്നു, എല്ലാ വരുമാന മാർഗവും തന്നു, ഒരു കുരുത്തക്കെട്ട മോനെയും തന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കണം, പശ്ചാത്തപിക്കണം. അങ്ങനെ പശ്ചാത്തപിച്ചാൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്
പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും. നിങ്ങളുടെ മക്കൾ നന്നാകും എന്ന് അള്ളാഹു പറയും. നിങ്ങളുടെ കുടുംബം നന്നാവും, കുടുംബത്തിന്റെ ഉള്ളിൽ ഐശ്വര്യമുണ്ടാകും, സമാധാനമുണ്ടാകും. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അങ്ങനത്തെ നല്ല കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ജീവിതം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല നമുക്ക് നോമ്പിനെ തന്നത്. തിരിച്ചു നടക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് നോമ്പിനെ തന്നത്. നോമ്പിന്റെ ഓരോ പട്ടിണിയും പടച്ചവൻ നമ്മളെ പരീക്ഷിക്കാനും പ്രയാസപ്പെടുത്താനും വേണ്ടിയിട്ടല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങളിൽ അള്ളാഹു തആല നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വിചാരിച്ചിട്ടല്ല ഇതൊന്നും നിങ്ങൾക്ക് തന്നത്. പിന്നെയോ ലഅല്ലക്കും തത്തഖൂൻ, ഇങ്ങനത്തെ കുറെ തിരിച്ചറിവുകളോടുകൂടി ജീവിതത്തിന്റെ നല്ല നാളുകളിലേക്കും നല്ല അവസ്ഥകളിലേക്കും നിങ്ങൾ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു മടക്കം നമ്മളിൽ സാധ്യമായാലാണ് ഈ റമദാൻ നമുക്ക് അനുകൂല സാക്ഷിയാവുകയുള്ളൂ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. റമദാനിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കാനും ആഫിയത്തോടെ അമൽ ചെയ്യാനും ഈ ഇസ്തിഗ്ഫാറുകളും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുമെന്ന് എങ്ങനെ അറിയും? പ്രസംഗിക്കുന്ന ഞാനോ അല്ല പ്രസംഗം കേൾക്കുന്ന നിങ്ങളോ? രോഗശയ്യയിൽ ഇപ്പം പിന്നെ എന്ന പേരിൽ കിടക്കുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട ആളുകളാണോ പെട്ടെന്ന് മരിക്കുക, അല്ല ആരോഗ്യത്തോടു കൂടി അരികിലിരുന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളാണോ മരിക്കുക എന്ന് പറയാൻ പറ്റുമോ? മരണത്തെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ തീരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം തീരാൻ എത്ര ദിവസമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്ര സമയം ബാക്കിയുണ്ടെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ബാക്കിയുള്ള കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങണം. ഞാൻ ഈ ഇപ്പം കടന്നുപോയ ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ, എന്റെ ആക്സിഡന്റ്, അത് പൊന്നാനിയിലേക്കുള്ള യാത്രയിലാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ പൊന്നാനിയിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, പൊന്നാനിയിലേക്ക് പോകുമ്പോൾ എന്റെ ശരീരത്തിന് ബാധിച്ച ഒരു വലിയ ആരോഗ്യ പ്രശ്നം, അത് 8-9 മാസക്കാലമായി എന്നെ തളർത്തി വീട്ടിലും കസേരയിലും കട്ടിലും ഒക്കെ ആയിട്ട് കടത്തിയിരിക്കുന്നു. പക്ഷേ ആ യാത്രയിൽ എന്റെ മനസ്സിനെ നന്നായി സ്വാധീനിക്കുകയും ഇനി മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ് മരിക്കുന്നത് വരെയും മറക്കാൻ കഴിയാത്തതുമായ ഒരു അനുഭവത്തിന് ഞാൻ മധ്യസ്ഥനായി. എന്താ അനുഭവം എന്നറിയോ? എന്റെ ഒരു സഹോദരന്റെ സഹോദരിയുടെ മകൾ, എന്റെ ഒരു സഹോദരന്റെ സഹോദരിയുടെ മകൾ, അവൾക്ക് വിവാഹം തീരുമാനിച്ചു. നല്ല പെൺകുട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി. വിവാഹം തീരുമാനിച്ചത് തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനുമായിട്ടാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം കല്യാണം നിശ്ചയിച്ചു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഈ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ പെണ്ണിന്റെ വാപ്പ കുറെ കാലത്തെ തന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്ന സന്തോഷത്തോടെ ലീവിന് നാട്ടിലേക്ക് വരുന്നു. ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നപ്പോ സാധാരണ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അല്ലാഹു നമ്മുടെ വാപ്പമാർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. മക്കളായ എന്നെയും നിന്നെയും പോറ്റാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ കിടന്ന് പണിയെടുത്തിട്ട് ഉള്ളത് പെട്ടിയിലാക്കിക്കൊണ്ട് നാട്ടിൽ വന്ന് അത് ഇറക്കി വെച്ചിട്ട് ഒരു നടുവേദന എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മൂത്രക്കടച്ചിൽ എന്ന് പറയും. അതുകൊണ്ട് അവർ ആശുപത്രിയിൽ പോകും. പരിശോധിച്ച് അവസാനം ആ പാവങ്ങള് വെന്റിലേറ്ററിലെത്തും. അല്ലാഹു നമ്മുടെ വാപ്പമാർക്കൊക്കെ നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ, നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് ആ വാപ്പമാരോട് ഇപ്പോഴും ആദരവില്ലല്ലോ പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലല്ലോ പ്രിയപ്പെട്ടവരെ, നന്ദിയില്ലവരും. നമ്മുടെ ഉമ്മമാരെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിൽ ഇപ്പോഴും നല്ല ചിന്തകൾ വരാത്തത്? ഈ സഹോദരൻ തന്റെ പ്രിയപ്പെട്ട പുത്രിയുടെ വിവാഹ സന്തോഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഉള്ളതൊക്കെ പറക്കി കൂട്ടിക്കൊണ്ട് നാട്ടിൽ വന്ന് ഇതുപോലെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. രോഗം വന്നു, ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. പരിശോധന പുരോഗമിച്ചു. വലിയ വലിയ പൈസ ചെലവായി. പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടിയൊക്കെ ഒരുക്കി വെച്ചതൊക്കെ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ചെലവിട്ടു. ഇത് ഞാൻ ചരിത്രം പറയല്ല, അനുഭവം പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആക്സിഡന്റിന്റെ നൊമ്പരത്തെക്കാൾ കൂടുതൽ എന്റെ മനസ്സിൽ തറച്ചതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വലിയ രോഗത്തിന് അടിമയായി, മാറാരോഗത്തിന്, വലിയ രോഗത്തിന് അടിമയായി. ചില്ലറ നാളുകൾ കൊണ്ട് ഡോക്ടർമാരെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ പരിശോധനയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഒരു തരത്തിലും ഫലപ്പെടുകയില്ല. 4th സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു രക്ഷയില്ല, ആശുപത്രി കടത്തിയിട്ട് കാര്യമില്ല, നിങ്ങളങ്ങ് വീട്ടിലേക്ക് എടുത്തോ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് എടുത്തു. ഇങ്ങനെ വീട്ടിലേക്ക് എടുത്തിട്ട് അവരിങ്ങനെ ആശങ്കപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. വീട്ടിലേക്ക് എടുത്തപ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ അധികം വർത്താനം പറയാൻ കഴിയാതെ, എഴുന്നേറ്റിരിക്കാനും കിടക്കാനും ഒന്നും കഴിയാതെ അവശ നിലയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഒരാഗ്രഹം പറഞ്ഞു. എന്താഗ്രഹം? എന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് എന്റെ മോളെ ഒന്ന് അയച്ചു കൊടുക്കണം ആശയമുണ്ട്. എന്റെ മോളെ ഒന്ന് എനിക്ക് അയച്ചു കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ചെറുക്കന്റെ വീട്ടുകാരോട് പോയി സംസാരിച്ചപ്പോൾ അവരവരുടേതായ പത്രാസിൽ എന്ന് പറഞ്ഞുകൂടാ, അവരവരുടേതായ ലെവലിൽ നിന്നുകൊണ്ട് പറയില്ല, അങ്ങനെ പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. കാരണം ഞങ്ങൾക്ക് ഒരു
മോനേ ഉള്ളൂ. അവന്റെ വിവാഹം ഞങ്ങൾ അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ച, അങ്ങനെ വീട് പണിയെല്ലാം തുടങ്ങിയത്. വീട് പണി തീരാനുണ്ട്, അറന്റെ പണി തീരാനുണ്ട്, പലതും തീരാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കഴിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. ഇത് കഴിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത ചെറുക്കന്റെ വീട്ടുകാരെയും കഴിച്ചു തരണമേ എന്ന് പറയുന്ന പെണ്ണിന്റെ ഉപ്പയെയും ഒന്ന് അനുനയിപ്പിച്ചിട്ട് പരസ്പരം ഒരു രമ്യമായ തീരുമാനത്തിൽ എത്തിക്കലായിരുന്നു ഈ വിനീതന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ അവരുമായി സംസാരിച്ച് ഒടുവിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ സദസ്സുണ്ടല്ലോ, ആ സ്റ്റേജ്, ആ സദസ്സിൽ ചെറുക്കന്റെ വാപ്പ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള ടവൽ എടുത്ത് ഇങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട്, എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല, ഞാനതിന് തയ്യാറുമില്ല, പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ, രോഗിയായ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നാളെ പിറ്റേന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോ, എനിക്ക് എതിർപ്പൊന്നുമില്ല, നിങ്ങൾക്ക് നടത്തിക്കോണോ, നിങ്ങൾ നടത്തിക്കോ, എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കീശയിലെ ടവലെടുത്ത് മരിക്കാൻ കാത്തു കിടക്കുന്ന പെണ്ണിന്റെ വാപ്പയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അദ്ദേഹം തീരുമാനം പ്രഖ്യാപിച്ചു. ഏതായിരുന്നാലും തീരുമാനം നടന്നു. അടുത്ത ദിവസം ആ വീട്ടിൽ അധികം ആളുകളൊന്നുമില്ലാതെ, ആരവങ്ങളൊന്നുമില്ലാതെ, ആർഭാടങ്ങളൊന്നുമില്ലാതെ ലളിതമായ ചടങ്ങിൽ ആ പെണ്ണിന്റെയും ചെറുക്കന്റെയും നിക്കാഹ കർമ്മം നന്നായി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്, ബറകല്ലാഹു ലക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം സന്തോഷത്തോടു കൂടി ആ വീട് ഒന്ന് ഉണർന്നു. വാപ്പ രോഗിയാണ് ഇപ്പൊ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വാപ്പ മരിക്കും. വാപ്പയുടെ മരണവാർത്തയ്ക്ക് മുമ്പ് ആ മകള് വിവാഹിതയായി, നിക്കാഹ് കഴിച്ചു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനം, അവന്റെ നിശ്ചയം നമ്മൾ നോക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടുത്ത പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ മരണപ്പെട്ടു. ആരാ മരണപ്പെട്ടതെന്നറിയോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല, എനിക്ക് താല്പര്യവുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശൗര്യത്തോടെ ഈ ടവല് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയ, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലാത്ത പുതിയാപ്പിളന്റെ ഉപ്പ പിറ്റേന്നത്തെ പ്രഭാതത്തിൽ മരണപ്പെട്ടു. പെണ്ണിന്റെ ഉപ്പ സുഖമായി ജീവിക്കുന്നു. ഇതാണ് ഭൂമി, ഇതാണ് ലോകം, ഇതാണ് ജീവിതം, ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണഗതിയിൽ കഥകൾ പറയുന്നതിനേക്കാളും അനുഭവങ്ങൾ പറയുന്നത് ഇത് മനസ്സിൽ തട്ടിയ സ്വന്തം അനുഭവമായതുകൊണ്ടാണ്. അള്ളാഹുവേ, നമ്മളുടെ ആയുസ്സിനെ കുറിച്ചിട്ട് നീ എന്ത് തീരുമാനം എടുത്തു നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഈ ഘോരമുള്ള ഈ പ്രഭാഷണവും പ്രസംഗവും എത്ര നിമിഷത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഈ തണ്ടും തരികടയും ഒക്കെയായി കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ നാളുകൾ എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയോ? പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും തിരിച്ചു വിളിച്ചാൽ നമ്മൾ പടച്ചവന്റെ സന്നിധിയിലേക്ക് പോകണം. ഞാൻ ഖുതുബ തുടങ്ങിയതിന്റെ വർത്തമാനത്തിലേക്ക്, വാക്കുകളിലേക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രക്ഷിതാവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രക്ഷിതാവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞില്ലേ? ജുമുഅ ദിവസത്തിൽ പടച്ചവന്റെ ഭവനത്തിൽ നിന്നും നിങ്ങളെ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ഓടി വരണമേ എന്ന് പടച്ചവൻ പറഞ്ഞു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് പള്ളിയിൽ വന്നവരായ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ ആയത്തിന്റെ തൊട്ടു മുമ്പ് പടച്ചവൻ പറയുന്നുണ്ട്, ഇതുപോലെ ഞാൻ ഒരിക്കൽ വിളിക്കും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ആ ജുമുഅയെ കുറിച്ചിട്ട് പറയുന്ന ആയത്തിന്റെ തൊട്ടു മുമ്പ് പടച്ചവൻ പറയുന്നത്, ഇതുപോലെ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കും. അന്ന് വിളിക്കുമ്പോഴും നീ വരാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല, വരണേ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വരണേ എന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജുമുഅ ദിവസത്തിൽ നിങ്ങൾ നേരത്തെ വരണേ എന്ന് പ്രസംഗിക്കണം. ജുമുഅ ദിവസത്തിൽ കൂടുതൽ അമൽ ചെയ്യണേ എന്ന് നിങ്ങളോട് പ്രസംഗിക്കണം. പ്രസംഗിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങൾ താമസിച്ചിട്ടല്ലേ വരുന്നത്. അതുകൊണ്ടല്ലേ ഖുതുബ ഇങ്ങനെ വീണ്ടും നീണ്ടു താമസിച്ചു പോകുന്നത്. പക്ഷേ ഇനിയൊരു വിളിയാളം വരും. പള്ളിയിൽ നിന്നല്ല, പടച്ചവനിൽ നിന്നും നേരിട്ടൊരു വിളിയാളം വരും. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഇന്ന് പേടിച്ചരണ്ട് വിരണ്ടോടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മരണമില്ലേ, ആ മരണം ഒരു വിളിയാളമായി നിങ്ങളെ തേടിയെത്തും. നിർബന്ധമായി നിങ്ങൾ കടന്നു കൊടുക്കേണ്ടി വരും, നിർബന്ധമായും നിങ്ങൾ വഴിപ്പെടേണ്ടി വരും. നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അള്ളാഹുവേ, ആ കൂട്ടിക്കൊണ്ടുപോകുന്ന വേളയിൽ നമുക്ക് സന്തോഷിക്കാൻ എന്താ ഉള്ളതെന്ന് ഞങ്ങൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോറ്റുകൂട്ടി ഈ നോമ്പുകൾ അന്ന് ഉപകാരപ്പെടും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ക്ഷീണം ബാധിച്ച മേനിയുമായി രാത്രിയിലും പകലിലും നിർവഹിക്കുന്ന ഈ നിസ്കാരങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ ഉപകാരപ്പെടും, ഇസ്തിഗ്ഫാറുകൾ ഉപകാരപ്പെടും, സലാത്തുകൾ ഉപകാരപ്പെടും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ പാരായണം ഉപകാരപ്പെടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദിക്റുകൾ അധികമായി ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികമായി ചെയ്യണം, ഖുർആൻ അധികമായി ഓതണം, നിസ്കാരാദി ഇബാദത്തുകൾ
അയ്യാമുകളിൽ ശ്രദ്ധിക്കണം, ഫറളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുന്നത്തുകളെ വർദ്ധിപ്പിക്കണം. ഒരു ഹറാമും ചെയ്യരുത്, ഒരു തെറ്റും ചെയ്യരുത്. ഹറാമ് ചെയ്തവൻ എങ്ങനെ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടും? പടച്ചവന്റെ മുമ്പിലല്ലേ നമ്മൾ പോകേണ്ടത്? എങ്ങനെ നമ്മൾ അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ഹറാമുകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട്, തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കാൻ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും വർദ്ധിപ്പിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതിനൊക്കെ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് പ്രേരകമാകുമാറാകട്ടെ. ഈ റമദാൻ ആ നിലയിൽ നമുക്ക് അനുകൂല സാക്ഷിയായി തീരുമാറാകട്ടെ. ഈ റമദാനിന്റെ നല്ല നാളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പെരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗം സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ, സമാധാനിപ്പിക്കുമാറാകട്ടെ. അവസാനം നമ്മളൊക്കെ അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഒന്നിച്ച് ചേർക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ